ഷീറ്റൊക്കെ വലിച്ചിട്ട് അമ്മ എന്നാ പറയണേ. അദ്വൈത് ഒരുപാട് നാളായിട്ട് പുള്ളി പറയാ ഡിസംബറിന് അയച്ചിട്ടുള്ളൂ. ഡിസംബറിന് ഞാൻ വിചാരിച്ചു ഒരു വർഷം എങ്ങാണ്ടായിട്ടുണ്ടാവുന്നു. ഡിസംബറിന് അയച്ച മെയില് വായിച്ചില്ലാന്ന് കംപ്ലൈന്റ്. 1 2 3 4 5 6 7 8 9 10 സീക്രട്ട് അയച്ചിട്ടുണ്ട്. അടുത്ത സീക്രട്ട്. ഹായ് ഇവ സുഖമല്ലേ? യെസ്. ഇന്നത്തെ എൻ്റെ സ്റ്റോറി ഞാൻ യൂട്യൂബർ ആയ സ്റ്റോറിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. 2020 മാർച്ച് മാസം 12th എക്സാം. അങ്ങനെ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ന്യൂ ഫോൺ കിട്ടി. എനിക്ക് അക്കാലത്തൊക്കെ കൂടുതലും വീഡിയോ ഗെയിംസ് കളിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ ആ ടൈം കോവിഡ് വന്നതോടെ മുന്നോട്ടുള്ള പഠിപ്പും താൽക്കാലികമായി നിന്നു. എല്ലാ കോളേജുകളും ക്വാറന്റൈനാക്കി മാറ്റി. അങ്ങനെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തായിരുന്നു എനിക്കൊരു ബുദ്ധി തോന്നിയത്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടും എനിക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു കൂടാ എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കി. അമ്മമാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാറിയോ? അങ്ങനെ ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. പതിയെ അത് കുറച്ച് പേർക്ക് ഇഷ്ടമായി. പക്ഷെ അത്ര വലിയ വിജയകരമായിരുന്നില്ല. ഞാൻ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ അഡ്വെഞ്ചർ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോൺ തകർന്നു പോയി. അങ്ങനെ 2021 ആയി. കോളേജുകൾ പ്രവൃത്തി തുടങ്ങി. എനിക്കൊരു പുതിയ ഫോണും കിട്ടി. പക്ഷേ അതിൽ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തപ്പോൾ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടി. ബട്ട് എൻ്റെ വീഡിയോസ് മുഴുവനായും കാണാതായി. ബട്ട് അതിൽ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. സോ ഐ ഹേറ്റ് യൂട്യൂബ് ദാറ്റ് ടൈം. പിന്നെ ഇപ്പോൾ കുറേ പേർ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് എനിക്കതിന് കഴിയുന്നില്ല. കാരണം ഇൻട്രോവേർട്ട് ആയ എനിക്ക് എല്ലാവരോടും നന്നായി സംസാരിക്കാൻ എനർജി തന്നത് യൂട്യൂബായിരുന്നു. ഇപ്പോഴെല്ലാം പഴയതുപോലെയായി. ഇത്രയും വായിച്ച് ഇവ ക്ഷീണിച്ചിരിക്കും. അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കണം. ബൈ. അടുത്ത സീക്രട്ട്. ഹായ് ഇവ കുഞ്ഞെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഐ സീ യു ആസ് മൈ സിസ്റ്റർ. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ ഫോർ യു. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓക്കെ ഫോർ മീ. സോ ഞാൻ 3 years ആയി റിലേഷൻഷിപ്പിലാണ് വിത്ത് ദ ലവ് ഓഫ് മൈ ലൈഫ്. ആൻഡ് മേ ബി വിത്തിൻ 3 more years I'm gonna get married to him. And let me tell you this, I love him so much. Like എനിക്ക് ആരെക്കാളും അവനെയാണ് ഇഷ്ടം, എന്നെക്കാളും. ആൻഡ് ഹി ഓൾസോ ലവ്സ് മീ അലോട്ട്. ഞങ്ങളുടെ രണ്ടാളുടെയും വീട്ടിൽ അറിയാം. ബട്ട് അവൻ്റെ അമ്മയ്ക്ക് എന്നോട് ചെറിയൊരു ഹെയ്റ്റ് ഉണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. അതൊന്നും അല്ല വിഷയം. ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുക. ആൻഡ് വി വർക്ക് സംടൈംസ് ലൈക്ക് കാറ്ററിംഗ് ഒക്കെ. സോ വൺ ഡേ ഞാനും അവനും പിന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സും കൂടി ഒരു കാറ്ററിംഗ് വർക്കിന് പോയി. ആൻഡ് ദർ വാസ് എ ഗായ് ഫ്രം മൈ കോളേജ്. അവനും ഉണ്ടായിരുന്നു വർക്ക്. ഹീ ഈസ് സോ ഗുഡ് ലുക്കിംഗ് ആൻഡ് ഹാൻസം. ആൻഡ് അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും അവനെ നോക്കി, ലൈക്ക് വായി നോക്കുന്ന പോലെ. ഓൾമോസ്റ്റ് പറ്റുമ്പോഴൊക്കെ ഞാൻ അവനെ നോക്കി, അവൻ എന്നെയും. ഐ വാസ് കൈൻഡ് ഓഫ് എൻജോയിങ് ദാറ്റ്. എന്നിട്ട് ഞാനിത് എൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു. ഹി വാസ് സോ ചിൽ അബൌട്ട് ദിസ് ഹോൾ തിങ്. ബട്ട് എനിക്ക് എന്തോ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ചീറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീൽ. ഹി ട്രസ്റ്റ് മീ അ ലോട്ട് ആൻഡ് ഹി നോസ് ഞാൻ അവനെ വിട്ട് പോകൂല എന്ന്. ആൻഡ് ദാറ്റ്സ് ദ ട്രൂത്ത്. എനിക്ക് പറ്റില്ല അവനില്ലാതെ, അവനും പറ്റൂല ഞാനില്ലാതെ. ബട്ട് ഞാൻ അന്ന് വർക്കിൽ വെച്ച് വായി നോക്കിയോണ്ട് എനിക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ്. ആൻഡ് ഇപ്പോഴും ഐ സീ ദാറ്റ് ഗായ്. ചിലപ്പോൾ ഒക്കെ I avoid him because I don't need him because I have the most amazing handsome man in my life. But still എന്തോ ഒരു ഗിൽറ്റി ഫീൽ. Is this cheating? I don't know. എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് ഇഷ്ടം. ആൻഡ് ഇത് ആരോട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാ ഇവക്കും നിന്നോട് പറഞ്ഞു. പ്ലീസ് ടെൽ മീ ഇറ്റ്സ് നോട്ട് ചീറ്റിംഗ് എന്ന്. ഇറ്റ്സ് നോട്ട് ചീറ്റിംഗ്. പക്ഷേ you shouldn't have done that. It's good that you're feeling guilty about it. അതിനർത്ഥം നിങ്ങൾ ഇതിനി പിന്നെയും ചെയ്യില്ലല്ലോ. പിന്നെന്താ, if you love your boyfriend that much, you wouldn't see any other guy as attractive as him. That's the truth. വേറെ ആരെയും അട്രാക്റ്റീവ് ആയി തോന്നില്ല. If you are really in love with a guy, he'll be the most handsome, perfect guy in front of you. വേറെ ആരും വന്നാലും നമുക്ക് പുല്ല് വില. So if you thought a guy is handsome, like don't pursue it. If a guy is handsome, okay, appreciate and go back to your business. Don't try to flirt or anything. I know you regret doing it and I know you won't do it, but this is the thing.
അടുത്ത സീക്രട്ട്. ഹായ് ഇവ, ഇത് കുറച്ച് ലോങ് ആണ്, ബട്ട് ഇവ ഇത് നിർബന്ധമായിട്ടും വായിക്കണം പ്ലീസ്. ഇവ എനിക്ക് 24 ആണ് ഏജ്. എൻ്റെ ഇതൊരു മുസ്ലിം ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓർത്തഡോക്സ് ഒക്കെയാണ്. മെയിൻലി ലവ് മാരേജ് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കടക്കും. എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ഒരു കസിനെ എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ്. കസിൻ ആയതുകൊണ്ട് തന്നെ പുള്ളിനോടോ വേറെ ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. കസിൻ എന്ന് പറയുമ്പോൾ അത്ര അടുത്ത കസിൻ അല്ല, ബട്ട് എല്ലാ ഫംഗ്ഷൻസിലും ഉണ്ടാകും. അത് മാത്രമല്ല, ഈ കസിൻ്റെ ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് തിരിച്ച് അവരെ. 12ാമത്തെ വയസ്സിൽ തുടങ്ങി. പക്ഷേ ഞാനൊരു +1 ആയപ്പോഴേക്കും ഹോപ്പൊക്കെ വിട്ട്. കാരണം ഒന്നാമത് ഇത് വൺ സൈഡാണ്. എനിക്ക് പുള്ളിനോട് മാത്രമുള്ളൂ, പുള്ളിക്ക് എന്നോട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എനിക്ക് പുള്ളിനെ ഇഷ്ടമാണെന്നുള്ളൊരു ക്ലൂ പോലും ഞാൻ കൊടുത്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പേടിയാണ് എൻ്റെ വീട്ടുകാരെ. +2 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂലായിരുന്നു. അപ്പോഴേക്കും ഒരു കല്യാണം ഉറപ്പിച്ചു. പക്ഷേ അത് മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കസിൻ്റെ പ്രപ്പോസൽ വന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും സന്തോഷിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് ഒരു ജീവിതം, അത് കൊല്ലങ്ങളായിട്ട് ആഗ്രഹിച്ചത്. ഈ പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ നോർമൽ പോലെ ഓക്കെ പറഞ്ഞു. കാരണം ഓവർ എക്സൈറ്റഡ് ആവാൻ എനിക്ക് പേടിയായിരുന്നു. വേറൊന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും തടസ്സം വന്നാലോ എന്നോർത്ത്. അങ്ങനെ കല്യാണം ഉറപ്പിച്ച്. എന്നെ പെണ്ണ് കാണാനൊന്നും വന്നില്ല. കാരണം കസിൻ ആയതുകൊണ്ട് തന്നെ 2 പേരും കണ്ടതുകൊണ്ട് വീട്ടുകാരെല്ലാം ഫോണിൽ വിളിച്ച് സംസാരിച്ച് തീരുമാനിച്ചു. അങ്ങനെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതെൻ്റെ വീട്ടുകാർ വേണ്ടാന്ന് വെച്ചു. ബിക്കോസ് വൺ ഓഫ് മൈ ക്ലോസ് റിലേറ്റീവ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പ്രൊപ്പോസൽ. റിയലി? എൻ്റെ വീട്ടുകാരും എൻ്റെ റിലേറ്റീവ് പറഞ്ഞത് കൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചു. അവർ എൻ്റെ ഒരു പെർമിഷനോ ഒന്നും ചോദിക്കാണ്ട് ഇത് കോൾ ഓഫ് ചെയ്തു. ഞാൻ കുറേ വിഷമിച്ചു. ആരോട് ഇതൊക്കെ പറയും, ആർക്ക് ഇതൊക്കെ മനസ്സിലാകും എന്നെല്ലാം വിചാരിച്ചു. ഈ കല്യാണം ഒരു പക്ഷേ ആലോചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ വീട്ടുകാർ നമുക്ക് ഹോപ്പ് തന്നിട്ട് ഇത് എടുത്ത് കളയാൻ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത് കഴിഞ്ഞ് 2 വീക്സിന് ശേഷം എൻ്റെ നിക്കാഹ് വേറൊരാളായിട്ട് നടത്തി. ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ യെസ് പറഞ്ഞു. ഇഷ്ടമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് പൊക്കോളും എന്നൊക്കെ ഓർത്തു. പക്ഷെ ഞാൻ ആകെ ഇപ്പോൾ ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ്. കാരണം എനിക്ക് എൻ്റെ കസിനെ ഇപ്പോഴും ഇഷ്ടമാണ്, മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഡിസ്റ്റർബൻസ് തോന്നുമെന്ന്. പക്ഷെ ഞാൻ അയാളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ കസിനും ഇത്രയും നാളായിട്ട് ഒന്ന് നേരിട്ടോ ഫോണിലൂടെയോ സംസാരിച്ചിട്ടില്ല. എന്തിനു, പുള്ളിയുടെ സൗണ്ട് പോലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായി. ഇപ്പോൾ ഞാൻ ആലോചിക്കും, അന്ന് ഞാൻ എൻ്റെ സ്റ്റാൻഡ് വീട്ടിൽ കറക്റ്റായി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന്. ഞാൻ ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു ആ ടൈമിൽ. ബട്ട് കസിൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കറിയില്ല ആൾക്ക് എന്നോട് പണ്ട് ഇഷ്ടം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും. ഇതൊരു അവിഹിതമോ വേറെ ഒന്നുമല്ല. വർഷങ്ങളായിട്ട് പറയാതിരുന്ന പ്രണയം. അവസരമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ചു. ഈ കാര്യം ഈ ലോകത്ത് എനിക്കും പടച്ചോനും മാത്രമാണ് അറിയാവുന്നത്. ഇത് ഇവ വായിക്കുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സമാധാനം. എനിക്കിത് ഒരാളോട് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇപ്പോഴും കരഞ്ഞ ഒരു പരുവമാകും. ഇപ്പോഴും ഞാൻ നിസ്കരിച്ച് ദുആ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുത്തണേ എന്ന്. എൻ്റെ ഹസ്ബൻഡ് ആൾ പെർഫെക്റ്റ് ഒന്നുമല്ല. ലൈക്ക് ആൾ അത്യാവശ്യം ടോക്സിക് ആണ്. എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ബാക്കിയുള്ളവർക്കാണ് പ്രയോറിറ്റി. എന്നിട്ട് ഞാൻ പടച്ചോനോട് ദുആ ചെയ്യുന്നത് എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമാക്കി തരണേ എന്നാണ്. അല്ലെങ്കിൽ ഈ വീർപ്പുമുട്ടലിൽ കിടന്ന് ഞാൻ ജീവിച്ചു തീർക്കേണ്ടി വരും. എല്ലാവരോടും പിന്നെ പറയാനുള്ളത്, എപ്പോഴും ഉപ്പയും ഉമ്മയും കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ലൈഫ് പാർട്ട്ണറിനെ നമ്മൾ വല്ലവരുടെയും ഇഷ്ടത്തിനല്ല ചൂസ് ആക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനാണ്. ദിസ് ഈസ് സോ സാഡ്. This is my short story. When I'm kid, I'm so happy with my parents. But nowadays, I don't know what is problem. But every day my parents fight together. I think ഞാൻ അവർക്കൊരു തലവേദനയാണ്. So sometimes I think suicide ചെയ്യാൻ. And also I try but not working. ഞാൻ ആദ്യമൊക്കെ അവരെ അടിത്തീരന് പ്രയർ ചെയ്യാറ്. ബട്ട് ഇപ്പോൾ ഞാൻ മരിക്കാനും. എനിക്ക് എന്നെയും കാട്ടി സങ്കടം എൻ്റെ ബ്രദേഴ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അവരെന്താ ഞങ്ങളെ പറ്റി ആലോചിക്കാത്ത? ഐ നോ മൈ മോം വാണ്ട് ഡിവോഴ്സ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഡിവോഴ്സ്. സെക്കൻഡ് മാരേജ് ഐ നെവർ ലൈക്ഡ്. ഐ മോർ ദൻ ഹേറ്റ്. ഐ ഡോണ്ട് നോ വൈ. ഞാൻ എപ്പോഴും എൻ്റെ നല്ല ജീവിതത്തിനെ പറ്റി ആലോചിക്കാറുണ്ട്. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് സ്വന്തമായി ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കറിയില്ല എന്താണ് അനിയന്മാരാകുമ്പോൾ ഞാൻ അവരെ നോക്കണം, ബട്ട് ഇക്കാക്ക ആകുമ്പോൾ എന്നെ നോക്കാൻ ഒരാളില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ഹാവ് എ എൽഡർ ബ്രദർ.
ബട്ട് എനിക്ക് എൻ്റെ ബ്രദേഴ്സിനെ എന്നേക്കാൾ ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കാറുണ്ട് ജീവിക്കാൻ കൊതിയുള്ള ആൾക്കാരൊക്കെ മരിക്കുന്നു, ബട്ട് ഞാനോ. അതുകൊണ്ടൊക്കെ എനിക്ക് എൻ്റെ വീടിനേക്കാളും ഇഷ്ടം എൻ്റെ മൂത്താൻ്റെ ഹോമാണ്. അവർക്ക് ഞാൻ അവിടെ നിൽക്കുന്നതിൽ ഒരു പ്രോബ്ലവും ഇല്ല. ബട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കും, ഞാൻ അവിടെ നിൽക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇക്കാക്ക വേണമെന്ന്, അവിടെ ഉണ്ട്. ബട്ട് ഹി നെവർ മൈൻഡ് മീ. അവനക്ക് ഞാനൊരു കസിൻ തന്നെയാണ്. ബട്ട് മൈ ബെസ്റ്റി, മൈ കുഞ്ഞിത്ത. ബട്ട് വീട്ടിലെത്തി എൻ്റെ മൂഡ് ഫുള്ള് പോവും. ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഇല്ല. ഉമ്മമാരും രാവിലെ ഹാപ്പി ആയിട്ട് മക്കളെ സ്കൂളിൽ അയക്കാറ്. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് എണീക്കണം. ഇപ്പോഴും കുഞ്ഞിത്ത ഉമ്മാൻ്റെ ഇഷ്ടാലാന്ന് ഞാൻ മരിക്കാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും. അതുകൊണ്ട് അന്ന് ഞാൻ ഇപ്പം നിസ്കരിക്കാത്ത. ഐ ആം സോറി അല്ല. എൻ്റെ ഉമ്മ തന്നെ എന്നെ കറുമ്പിച്ചിന്ന് വിളിക്കാറുണ്ട്. എനിക്ക് ആര് വിളിച്ചാലും കുഴപ്പമില്ല. ബട്ട് ഇമ്മ വിളിക്കുമ്പോൾ ഇല്ലേ ആ വേദന കാരണം. ഉമ്മയല്ലല്ലോ എന്നെ ഇങ്ങനെ പ്രസവിച്ച്. എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ? ഞാൻ കുറേ പറഞ്ഞു നോക്കി, നോട്ട് വർക്കിംഗ്. ആൻഡ് താങ്ക് യു ഫോർ റീഡിങ്. നല്ല വീഡിയോ ആണ്. നോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ യു ഹാവ് ടു ഗ്രോ അപ്പ് ആൻഡ് ഫൈൻഡ് എ ജോബ് ആൻഡ് ലീവ് ദ ഹൗസ്. പിന്നെ ഇപ്പോൾ കുറേ പേര് അദ്വൈത്. ആദ്യമായി ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവൾക്ക് നീളമുള്ള മുടിയുണ്ട്. ബട്ട് അവൾ യൂട്യൂബറാണ്. കൊച്ചിയിലാണ് അവൾ താമസിക്കുന്നത്. ഞാനും 2020 ഞാൻ അവളുടെ ഫോൺ നമ്പർ കിട്ടാനായി കുറെ ശ്രമിച്ചു. അറ്റ്ലീസ്റ്റ് അവളുടെ ഏജ് അറിഞ്ഞാൽ ഉറപ്പാണ് നീ എൻ്റെ ഭാര്യ. സൈക്കോകളായ ഒരു സ്റ്റോറി ആണ് ഇന്ന് ഞാൻ ഒരു ദിവസം അവളുടെ ഇമെയിൽ നോക്കുമ്പോഴാണ് അതിൽ കുറേ സ്റ്റോറി അയക്കുന്ന ഒരാളെ കണ്ടത്. നെയിം അദ്വൈത്. അങ്ങനെ അവൾക്ക് അവനെ കാണണമെന്ന് തോന്നലുണ്ടായി. അവൾ കൊച്ചിയിലാണ് താമസം. പക്ഷെ അദ്വൈത് കണ്ണു. എങ്ങനെയും അവൻ കാണണമെന്ന് ആഗ്രഹിച്ച അദ്വൈത് ഒരു നല്ല പയ്യനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവളെ കണ്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ടാകാൻ തുടങ്ങി. അവളുടെ വാട്സപ്പ് നമ്പർ അവന് ഇമെയിൽ അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷ. ഇതാണ് എൻ്റെ സ്റ്റോറി വായിച്ചില്ല, എൻ്റെ സ്റ്റോറി വായിച്ചില്ല എന്ന് ഡെയിലി എന്ന് പറയണേ. ബട്ട് താങ്ക്സ് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ മരിക്കാനും a 16-year-old daughter too. That makes me more happy because എനിക്കൊരു സിസ്റ്ററിനെ കൂടി കിട്ടുകയാണല്ലോ. എൻ്റെ സ്റ്റെപ്പ് ഫാദർ വാസ് ഫ്രം മുംബൈ. സോ ഹി ആൻഡ് ഹിസ് ഡോട്ടർ വാസ് ലിവിങ് ദർ ഫോർ 16 years. വൺ ഡേ വെൻ അവർ പാരൻസ് ആർ അറ്റ് വർക്ക്, ഞാൻ കോളേജ് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി റൂമിലിരിക്കായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്ററോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഒരു ബ്രദറിനോട് ഇങ്ങനെ വന്ന് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ദെൻ ഷീ റിപ്ലൈ, അപ്പോൾ അവൾ ചോദിച്ചു, നീ എൻ്റെ ഓൺ ബ്രദർ അല്ലല്ലോ, നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ അവൾ മുംബൈയിലേക്ക് പഠിക്കുമ്പോൾ അവളുടെ ഒരു ഫ്രണ്ട്, ഗുഡ് ജോബ് ആകാശ്, നൈസ് വർക്ക്. തമ്മിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തമ്മിൽ വേണ്ട.